ഒപ്പോസിഷണൽ ഡിഫിയൻ്റ് ഡിസോർഡർ. ഈ പേര് കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മളുടെ കുട്ടികളിലും കൗമാരക്കാരിലും കണ്ടുവരുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ്. ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മാതാപിതാക്കളും അധ്യാപകരുമാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ലക്ഷണങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഇറിറ്റബിൾ ബിഹേവിയർ, ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അസ്വസ്ഥപ്പെടുന്നു, വല്ലാതെ ദേഷ്യപ്പെടുന്നു. ആർഗ്യുമെൻ്റ് ബിഹേവിയർ, കയർത്ത് സംസാരിക്കുക, തട്ടിക്കയറി സംസാരിക്കുക, വെല്ലുവിളിച്ച് സംസാരിക്കുക. വിൻഡിറ്റീവ് ബിഹേവിയർ, പക, പ്രതികാരം, അസൂയ, ഇത് കാത്തു സൂക്ഷിക്കുക. അതുകൂടാതെ ഡിസൊബീഡിയൻ ടുവേർഡ്സ് അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ പറയില്ലേ, തലയ്ക്ക് മൂത്ത ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കേൾക്കില്ല എന്ന്. അത് ഒരു സ്വഭാവം. ഒന്നും അംഗീകരിക്കുകയോ അവരെ കേട്ടതായിട്ടോ നടിക്കുകയോ പോലും ചെയ്യില്ല. ഇവർ ചെയ്യുന്ന കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരുടെ മേൽ പഴിചാരി സംസാരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊന്ന് നോക്കാം. എന്നത്തെയും പോലെ പുവർ പേരൻറ്റിങ്, എങ്ങനെയോ ഒരു കുഞ്ഞുണ്ടായി എങ്ങനെയോ അത് വളർന്നു വരുന്നു. മാതാപിതാക്കൾ തമ്മിലുള്ള കലഹം, കുടുംബ സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ, പരസ്പരം കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന മാതാപിതാക്കളുടെ ഇടയിൽ വളർന്നു വരുന്ന കുട്ടികൾ, സിംഗിൾ പേരൻറ്റിങ്. ഇതുകൂടാതെ മാതാപിതാക്കൾ ഏതെങ്കിലും സൈക്യാട്രിക് കണ്ടീഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പിന്നെ ദാരിദ്ര്യത്തിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ. എനിക്കൊന്നും തോന്നണില്ല ഏതെങ്കിലും കുട്ടികൾ ദാരിദ്ര്യത്തിലൂടെ വളർന്നു വരുന്നുണ്ടെന്ന്. ഇന്ന് ധാരാളത്തിലൂടെയാണ് വളർന്നു വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കുഞ്ഞ് ജനിച്ചാൽ മാതാപിതാക്കളുടെ ജീവിതം ആ കുഞ്ഞിന് ചുറ്റിപ്പറ്റിയാണ്. അവർക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി ഓട്ടാണ്. എൻ്റെ കുഞ്ഞിന് ഒരു കുറവും വരരുത്. ആ കുറവിൻ്റെ കൂടെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കാനോ മക്കളെ ഒന്ന് കേൾക്കാനോ മക്കൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരെ ചേർത്തി നിർത്താനോ എൻ്റെ കുഞ്ഞ് ഏത് ഇമോഷണൽ കണ്ടീഷനിലൂടെയാണോ കടന്നു പോകുന്നതെന്നും മാതാപിതാക്കൾ മനസ്സിലാക്കുന്നില്ല. മാതാപിതാക്കളെല്ലാം സമ്പാദിച്ചെത്തുമ്പോഴത്തേക്കും നമ്മളുടെ മക്കൾ കൈവിട്ടു പോയിട്ടുണ്ടാവാം. പിന്നെ അതുകൂടാതെ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വളരെ അവഗണന ലഭിച്ചു കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിഗണന ഇല്ലാതെ വളർന്നു വരുന്ന കുട്ടികൾ. ഇതുകൂടാതെ ഏതെങ്കിലും ന്യൂറോ ഡെവലപ്മെൻ്റൽ കണ്ടീഷനിലൂടെ കടന്നുപോയ കുട്ടികൾ, ADHD, ലേണിംഗ് ഡിസബിലിറ്റി, ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടികൾ, ഇവർക്ക് എപ്പോഴും ഒരു തിരസ്കരണമായിരിക്കും സമൂഹത്തിൽ. അതുകൂടാതെ നമ്മുടെ സമൂഹം, സ്കൂള് അല്ലെങ്കിൽ വീട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അക്കാഡമിക് പെർഫോമൻസിന് മികച്ചു നിൽക്കുന്ന കുട്ടികൾക്കാണ് എപ്പോഴും ഒരു അപ്രിസിയേഷനും പരിഗണനയുള്ളൂ. മറ്റുള്ള കുട്ടികളെയൊക്കെ അവഗണിക്കുകയാണ് സാധ്യത. ഇതെല്ലാം ഇതിന് കാരണമാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടറിഞ്ഞ് ചെറുപ്പത്തിലെ അതിനെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടുക. നമ്മൾ പറയില്ലേ, കോൺസ്റ്റബിൾ മൂത്ത SI ആയിന്ന്. കുട്ടികളുടെ പ്രശ്നങ്ങൾ കുട്ടികളോടൊപ്പം തന്നെ വളർന്നു വരും. പിന്നെ അത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി, അതുകൂടാതെ കണ്ടക്ട് ഡിസോർഡറിലേക്കൊക്കെ പോകും. ഇപ്പം നമ്മൾ പണ്ട് പറയുമായിരുന്നു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്യില്ലെന്ന്. ഇന്ന് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അവരുടെ കുടുംബം പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ തടിയുള്ള അപ്പന് പേടിയുണ്ട്. അതുകൊണ്ട് ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴും അയൽവക്കത്തോ നാട്ടുകാരുടെ ഇടയിലായിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലേ, വീട്ടിൽ കയറി തല്ലുക, വീട്ടിൽ കയറി കൊല്ലുക, ഇതൊക്കെ. പണ്ടൊക്കെ നമ്മളൊരു കൊല നടന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു 25-30 ശേഷമുള്ള വ്യക്തിയായിരിക്കും അതിലെ കൊലയാളി എന്ന്. പക്ഷെ ഇന്ന് അതൊക്കെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ സർവ്വസാധാരണമായിട്ട് മാറി. അതുകൊണ്ട് മാതാപിതാക്കളെ, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് മുളയിലേ നുള്ളുക. നമുക്ക് അടയ്ക്ക മടിയിൽ വെക്കാൻ പറ്റും, അടയ്ക്കാമര മടിയിൽ വെക്കാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല കുട്ടികളുണ്ടാവട്ടെ, സമൂഹത്തിന് നല്ല യുവജനങ്ങളുണ്ടാവട്ടെ, നല്ല സമൂഹം ഉണ്ടാവട്ടെ. നമുക്കെല്ലാം സമാധാനത്തോടു കൂടി ഈ നാട്ടിലൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും.